കാർ വാങ്ങിച്ച് പോർച്ചിലിടുന്നത് ഏതൊരാൾക്കും സാധിക്കും. കാരണം എന്താ, 0 EMI വരെ കാർ കിട്ടും, മന്ത്ലി അടവടച്ചാൽ മതി. പക്ഷെ അതില് എണ്ണ അടിച്ച് സർവീസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കണമെങ്കിൽ നമ്മൾ ഒരു ജോലി ചെയ്താൽ, ഒരു ടീച്ചറെ ജോലി ചെയ്താൽ അത് സാധിക്കൂല, ഡെയിലി നടക്കൂല. അപ്പോ അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ സ്വപ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ ഏറ്റെടുത്തൊരു ഇൻഡസ്ട്രിയാണ്. അപ്പോ നിങ്ങൾ വിചാരിക്കും ഞാൻ വന്നത് ഇപ്പോൾ ടീച്ചറൊക്കെ ആയതുകൊണ്ട് ആരോടും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റും വേഗം പെട്ടെന്ന്. എല്ലാവരും കുട്ടികളെ, അല്ലെങ്കിൽ ഞാൻ ടീച്ചേഴ്സിനും ട്രെയിനിങ് എടുക്കുന്ന ട്രെയിനറും കൂടിയായിരുന്നു. ഏകദേശം 19-20 വർഷത്തോളം ഞാൻ ട്രെയിനറായിട്ടും ആണ് പിന്നെ വർക്ക് ചെയ്തത്, ടീച്ചർ ട്രെയിനറായിട്ട്. അല്ല, ആ ട്രെയിനേഴ്സിന് ട്രെയിനിങ് എടുക്കുന്ന ആളൊക്കെ ആയിട്ട്. അപ്പൊ വിചാരിക്കും എന്താ എളുപ്പമാണ് സംഭവം, അയാൾക്ക് പറയാനുള്ള കഴിവുണ്ടല്ലോ, അല്ലെങ്കിൽ ട്രെയിനിങ് എടുക്കാനുള്ള കഴിവുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതിവിടെ നമ്മുടേതായുള്ള കഴിവൊന്നും ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വേണ്ട എന്നുള്ളതാണ്. അല്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല എന്നുള്ളതാണ് ഇവിടെ. അത് നിങ്ങൾക്ക് തന്നെ അറിയാൻ മതിയാവും. ഇപ്പൊ പിന്നെ സംസാരിക്കുന്നത് അതിൽ ട്രെയിനിങ് കിട്ടിയ ഒരുപാട് ആൾക്കാരുണ്ടാവും, ട്രെയിനിങ് എടുക്കുന്ന ഒത്തിരി പേരുള്ള ഒരു ടീമാണിത്, എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും നേരിടുന്ന പ്രതിസന്ധികളെല്ലാം നേരിട്ടുകൊണ്ട് തന്നെ ഞാനും വന്നിട്ടുള്ളത്. എന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്റെ ഫാമിലി എന്നുള്ള ഇഷ്യൂസ് ആയിരുന്നു. കാരണം എന്റെ ഫാമിലിയിൽ ഇതിനെ പക്ക നെഗറ്റീവ് ആയിരുന്നു. പക്ക നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ അവർക്ക് പിന്നെ എന്താ പറയാ, ഒരു ഈഗോ എന്ന് പറയുവാണെങ്കിൽ. അപ്പൊ വൈഫ് പറഞ്ഞ എന്താ വെച്ചാൽ, ഈ പരിപാടി നമുക്ക് വേണ്ട, നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തന്നത് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്നുള്ള, സ്കൂൾ മാഷ് എന്നുള്ള രീതി, അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ. കല്യാണം കഴിക്കാൻ ഞാൻ സ്കൂൾ ടീച്ചർ അല്ല, ഞാൻ സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തുന്ന ഒരു കോളേജിന്റെ പ്രിൻസിപ്പളാ. കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ കോഴിക്കോട്ട് ടൗൺ പിന്നെ ഒരു സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളായിട്ടാണ് ഉള്ള സമയത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു പിന്നെ എന്റെ മാരേജ് ഒക്കെ നടക്കുന്നത്. അതിനുശേഷം കല്യാണത്തിനൊക്കെ ശേഷമാണ്, മാരേജിനൊക്കെ ശേഷമാണ്, മകളൊക്കെ ഉണ്ടായ ശേഷമാണ് ഞാൻ സ്കൂൾ ജോയിൻ ചെയ്യുന്നത്, സർവീസിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോ ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് നിങ്ങളെ കല്യാണം കഴിച്ചു തന്നത്, അല്ലാണ്ട് സോപ്പും പേസ്റ്റും വെക്കുന്ന ആൾക്കല്ല. അപ്പോ വീട്ടിൽ നിന്ന് വൈഫിന്റെ തന്നെ ഒബ്ജക്ഷൻ ഉണ്ടായത്, നമുക്ക് ഡെയിലി ഫേസ് ചെയ്യേണ്ട ഒരു ആളാണല്ലത്. അങ്ങനെ ഉള്ള സമയത്താണ് അപ്പൊ എന്ത് ചെയ്യുന്നേ, നമ്മളെ ലീഡേഴ്സ് ദരീസാറൊക്കെ ഓരോ മീറ്റിംഗ്സ് പ്രോഗ്രാംസിനൊക്കെ വിളിക്കും. ഇവരറിയാതെയാണ് ഞാൻ പോകുന്നത്. വൈഫ് വർക്ക് ചെയ്യുന്നത് ടൗണിൽ തന്നെ മേഴ്സി കോളേജ് എന്നറിയും, അവിടെ അന്ന് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഒന്നിച്ചാണ് വീട്ടിൽ നിന്ന് പോവുക. അന്ന് സ്പ്ലെൻഡർ ബൈക്കിനാണ് പോകുന്നത്. ബൈക്കിന് പോകുന്ന സമയത്ത് ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് തിരിച്ച് ഞാൻ സ്കൂളിലേക്ക് വരുന്നത് സാധാരണ സ്ഥിതിയിൽ. അപ്പൊ ഞാൻ തിരിച്ച് സ്കൂളിലേക്ക് വരികയാണെന്നുള്ളൊരു വ്യാജേന ഞാൻ എന്ത് ചെയ്യും, അവിടെ തിരിച്ച് കോളേജിന്റെ അടുത്ത് തിരിച്ച് എരഞ്ഞിപ്പാലം ഭാഗത്ത് തിരിച്ച് വന്നിട്ട് വീണ്ടും നടക്കാവ് കൂടി ഞാൻ ടൗണിലേക്ക് പോകും, അവരറിയാതെ. തിരിച്ച് 4 മണിക്കാണ് ഇവർക്ക് വൈഫിന്റെ ക്ലാസ് കഴിയുക. അപ്പൊ എന്റെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായി. ആ ടൈം ആകുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യും, തിരികെ ഇവിടെ എത്തുക. ഇവിടെ പോയ വിവരമൊന്നും അറിയൂല. പക്ഷെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രോഗ്രാമുകൾക്ക് പോകുന്നത് കൊണ്ട് GTS പോകാൻ GTS പോകുന്ന ഒരു പ്രശ്നമില്ല, അത് അറിയൂലല്ലോ, അതറിയില്ല എന്തായാലും പറഞ്ഞല്ലോ. അങ്ങനെയാണ് ഞാൻ എനർജി വിടാതെ, അല്ലെങ്കിൽ ഇതിന്റെ ട്രെയിനിങ് എല്ലാം, മീറ്റിങ്ങുകളെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്ത് പോകുന്നത്. പർച്ചേസ് ചെയ്യുന്നത് അന്നേരമല്ല, പർച്ചേസ് ചെയ്യുന്ന എപ്പോഴാ, നമ്മുടെ ബെൽനിസാറ് ഫസ്റ്റ് ടൈം സീലിംഗ് പ്ലാൻ ചെയ്യുന്നതിന് ഒരു പ്ലാനിങ് മീറ്റ് മലബാർ ഇന്നിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-60 ഒന്നല്ല, ഒരു 100ന്റെ അടുത്ത് ആളുകളുള്ള ഒരു മീറ്റിംഗ് ആണ്. ആ മീറ്റിംഗിൽ ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റിൽ വട്ടത്തിലിരുന്ന് പ്ലാനിങ്ങിന് വേണ്ടി, അതായത് ആ വീക്കിൽ നടക്കേണ്ട പ്ലാനിങ്ങിന് വേണ്ടി ഓരോരുത്തരും ഓരോ ഗ്രൂപ്പായിട്ട് വട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ കൂടെ ഇരിക്കാൻ ഒരാളില്ലല്ലോ, ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ ഓരോരുത്തരും ചില ടീമെന്ന് പറയുന്നുണ്ട് ഒരു 5 ലക്ഷത്തിന്റെ സെയിൽസ് കൊണ്ടുവരാൻ, ഒരു ടീം ഒന്നിച്ച് 3 ലക്ഷത്തിന്റെ, 1 ലക്ഷത്തിന്റെ, അങ്ങനെ ഓരോരുത്തരും അവരുടേതായ ടീമിന്റേതായ എമൗണ്ട് അവര് പറയുന്നുണ്ട്. അപ്പൊ ധനീഷ് സാർ ചോദിച്ചു, നിങ്ങളെ ടീമിൽ നിന്ന് എത്രയാ കിട്ടുക വെച്ചു. എന്റെ ടീമിൽ നിന്ന് പറഞ്ഞാൽ എനിക്ക് ടീം ആരില്ല, ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു 10,000 രൂപ, 10,000ത്തിന്റെ പർച്ചേസ് ഞാൻ ചെയ്യാന്നാണ്. അതാണ് എന്റെ ആദ്യത്തെ പർച്ചേസ്. പക്ഷെ ഈ 10,000ത്തിന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ സാധനം. അപ്പൊ ഞാൻ പറഞ്ഞു, സാധനം നിങ്ങളെ കയ്യിൽ തന്നെ തൊട്ടെ. അന്ന് ധനീഷ് സാറിന് ഒരു ടാറ്റന്റെ മൻസ എന്ന് പറഞ്ഞൊരു കാറാണുള്ളത്. ആ കാറിന്റെ ഡിക്കിയിലായിരുന്നു എന്റെ സാധനങ്ങളൊക്കെ ഉള്ളത്.
ഞാൻ വാങ്ങിച്ച സാധനം കാറിനെടുക്കില്ലുള്ളത്. ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയില്ല. ഞാനെല്ലാം പർച്ചേസ് ചെയ്യുന്നതും അതിനെ. അന്ന് വെൽനിസാറ് അദ്ദേഹത്തിന്റെ വണ്ടിയിൽ നിന്നാണ് സാധനം എടുത്തിരുന്നത്. പിന്നെ കൊണ്ടുതരുന്നത്. അപ്പോ ഞാൻ വീട്ടിലേക്ക് ആ പ്രോഡക്റ്റ് കൊണ്ടുപോയിട്ടേ ഇല്ല. പക്ഷെ വീട്ടിലേക്ക് കൊണ്ടുപോയ പ്രശ്നമാവും. ഈ സംഭവം ഞാൻ തുടങ്ങി എന്നുള്ളത് വീട്ടിലറിയാലോ. ഇനി എന്റെ വീട്ടിലില്ല, എന്റെ അമ്മ തറവാട്ടില്, എന്റെ സ്വന്തം വീടുണ്ട് തറവാട്, ഞാൻ ഇപ്പൊ താമസിക്കുന്നതാണ്. അവിടത്തേക്ക് പോകാൻ എനിക്ക് പറ്റുന്ന അവസ്ഥയല്ല. കാരണം എന്താ, അച്ഛനും അമ്മയും ഒക്കെ ടീച്ചേഴ്സാണ്. അച്ഛൻ ഹെഡ്മാഷായിട്ട് റിട്ടയർ ചെയ്താണ്. പിന്നെ അത്യാവശ്യം സാമൂഹ്യ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഞാൻ ചെറുപ്പത്തിലായുള്ള സമയത്ത്. അപ്പൊ ഒരു പേരും പെരുമയൊക്കെ ഉള്ള ഒരു ആളാണ്. അത് അമ്മ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ആഴ്ചവട്ട ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത ടീച്ചർ തന്നെയാണ്. അമ്മേന്റെ കുടുംബത്തിൽ ഭൂരിഭാഗം ആൾക്കാരും അധ്യാപകരൊക്കെയാണ്. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞ്, ഇടങ്ങി അച്ഛന്റെ പേര് കളയരുത്. എന്ത്, ഈ സോപ്പും പേസ്റ്റും കക്കൂസ് കഴുകുന്ന സാധനമൊക്കെ വിറ്റ് നടക്കാനല്ല എന്ത് ചെയ്തത്, അതല്ല എന്റെ പണി. അങ്ങനെയാണല്ലോ, കക്കൂസ് കഴുകുന്നതാണല്ലോ നമ്മൾ ടോയ്ലറ്റ് ക്ലീനർ. ഈ സാധനങ്ങളൊക്കെ വിറ്റ് നടന്ന് അച്ഛന്റെ പേര് നീ കളയരുത് തന്നെ. അപ്പൊ എനിക്ക് അവിടേക്കും പോകാൻ പറ്റാത്ത അവസ്ഥ. ഭാര്യ വീട്ടിലേക്കാണെങ്കിൽ വൈഫ് ഹൗസിലുള്ള ചിന്ത എന്താണ്, നല്ലൊരു പണി ഉള്ള ഒരാളാണ് എന്നുള്ളതാണ്. അവിടത്തേക്ക് പോകാനും ബുദ്ധിമുട്ടാണ്. ഇനി അവിടത്തേക്ക് ഞങ്ങൾ പോകേണ്ട ഒരു കേസ് വരികയാണെങ്കിൽ, എന്റെ ഭാര്യ എനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുമ്പോൾ തന്നെ ഞാൻ അവിടേക്ക് പോകുന്നതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, എന്റെ അളിയനെ ഈ ബിസിനസ് കൊണ്ടുവരണം. അളിയനെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. എനിക്കിപ്പോ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളിപ്പോ അയാളേ ഉള്ളൂ. അയാൾ എന്തെങ്കിലും കൊണ്ടുവരണ്ടല്ലോ എന്നുള്ള ധാരണയിലാണ് പോവുക. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നതിന്റെ കുറച്ച് മുമ്പ് തന്നെ ഇവിടുന്ന് ഒരു കോൾ അങ്ങോട്ട് പോകും, ഞങ്ങൾ വരുന്നുണ്ട്, നീ വിട്ടോന്ന്. ആര്, ഭാര്യ അനുജനോട് വിളിച്ചറിയാം. അപ്പൊ ഞങ്ങൾ അവിടെ എത്തുമ്പോ അയാൾ അവിടെ ഉണ്ടാവാൻ പാടില്ല. ഒരു സമയത്തും അദ്ദേഹത്തിന് അവിടെ കാണില്ല. അഥവാ കാണുകയാണെ ഷർട്ട് ഇട്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പം വരാട്ടോന്ന് അറിയും. പിന്നെ വരൂല, പിന്നെ ഞങ്ങൾ പോയിട്ടേ വരൂ. പക്ഷെ ആ അളിയൻ ഇന്ന് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡറാണ്, STC ലീഡറാണ്. അയാൾ സർവീസിലുള്ള ആൾ തന്നെയാണ്. അയാൾ ഇപ്പോഴും സർവീസിലുണ്ട്. പക്ഷെ സർവീസിനേക്കാളും സീരിയസ് ആയിട്ട് ഉറക്കൊഴിഞ്ഞിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, നൈറ്റ് ഡ്യൂട്ടി എടുത്തിട്ട് ഡേയില് മൈ ലൈഫിന്റെ വർക്കാ ചെയ്യുന്നത്. RTC ടച്ചിങ് ആണ്. അപ്പൊ ആ രീതിയിലേക്ക് ആക്കിയെടുത്ത്. അവരെ കൊണ്ടുവരാൻ ഞാൻ 1.5 വർഷം ഞാൻ എടുത്തു. എന്താ പണി എന്റെ വീട്ടിൽ തന്നെയല്ലേ കിട്ടുന്നത് എനിക്ക്. കപ്പലിൽ തന്നെയാണ് കള്ളല്ലേ. കാരണം എന്താ, വൈഫാണ് വിളിച്ചറിയുന്നത്, വിട്ടോ ഞങ്ങൾ വരുന്നുണ്ട് എന്ന്. അയാളെ ഞാൻ കൊണ്ടുപോകുന്ന കഥ എങ്ങനെയാ വെച്ചാൽ, ഇവര് ഫാമിലി ആയിട്ട് ഒരു ദിവസം എന്റെ വീട്ടിൽ വന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യാണ്. ഇവിടെ താമസിക്കാൻ വരും. അങ്ങനെ എവിടേക്കോ അങ്ങനെ വരുന്നതാണ്. അങ്ങനെ ഒരു ദിവസം വന്ന സമയത്ത് രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മെല്ലെ എന്റെ റൈറ്റിംഗ് പാഡ് എടുത്തു, പേന എടുത്തു, ഈ പിന്നെ അളിയന്റെ എടുത്ത് പോയിരുന്ന് ഈ വട്ടം വരയ്ക്കൽ തുടങ്ങി. അപ്പൊ ഇവർ കേൾക്കാണ്ടിരിക്കാൻ ഒരു നിർവാഹമില്ല. കാരണം എന്താ, എന്റെ വീട്ടിലാണുള്ളത്. ഇപ്പം പെട്ടെന്ന് പോകാനും പറ്റില്ല, നാളെ രാവിലെ പോകാൻ പറ്റുള്ളൂ. പക്ഷെ മൂപ്പർ കേട്ട സമയത്താണ് ഈ വട്ടം വരച്ച് ഇതിന്റെ എല്ലാ ഒബ്ജക്ഷനും ഒക്കെ വ്യക്തമായി ഒരു ചെറിയൊരു സമയം കൊണ്ട്, ഒരു 10-15 മിനിറ്റോട് ഞാൻ പ്ലാന് പറഞ്ഞു. അധികം പറഞ്ഞാൽ ഇവൻ ക്ഷമ ഉണ്ടാവില്ലല്ലോ. വേഗം ഞാൻ സീലിംഗ് 2010 പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ പ്ലാൻ എങ്ങനെയാ പറയുന്നത്, ഇങ്ങനെ നമ്മൾ വന്നാൽ മതി, നമ്മൾ ബ്രാഞ്ച് 1-ലും ബ്രാഞ്ച് 2-ലും ഒരു ഫ്രണ്ടിൽ ഒരു സൂത്രം കൊണ്ടുവന്നാൽ മതി. ഒക്കെ സിമ്പിളായിട്ട്, വളരെ വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ ഇവരെടുത്തുന്ന എന്തെങ്കിലും വാങ്ങിയാൽ മതി ഇവർക്ക്. അപ്പൊ ഇവർക്ക് വേണ്ട സാധനങ്ങൾക്ക് സോപ്പും പേസ്റ്റും ഒക്കെ തന്നെയാണ്. ഇതെന്തായാലും എല്ലാവരും വാങ്ങുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ വളരെ സിമ്പിൾ ആക്കി എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ പറഞ്ഞു കൊടുത്തു. സംഭവം എന്ത് ചെയ്തു, ക്ലിക്കായി. അദ്ദേഹം ഐഡിയ അടിച്ചു. പക്ഷെ അദ്ദേഹം ഐഡിയ അടിക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ വേറെ ഒരു 5-10 സുഹൃത്തുക്കൾ ഐഡിയ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ. പക്ഷെ എന്താ, പർച്ചേസും അങ്ങനെയൊന്നും വന്നിട്ടൊന്നുമില്ല. ഇങ്ങനെയാണ് പിന്നെ എന്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ലീഡർ ആയിട്ടുള്ള പിന്നെ STC ടച്ചിങ് RTC ഞാൻ കൊണ്ടുവരുന്നത്. പിന്നെ എല്ലാവർക്കും പറ്റുന്ന പോലുള്ള വേറെ അബദ്ധം ഉണ്ട്. എന്താണ്, നമ്മള് ഒറ്റയ്ക്കാണ് പണിയെടുക്കുക. പ്ലാന് കേട്ട ഉടനെ തന്നെ പോയിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളോട് പോയിട്ട് പ്ലാൻ അങ്ങോട്ട് പറയും. പ്ലാന് പറയുമ്പോ എന്താ പറയാ, നമ്മൾ അയാളൊരു കാര്യം കൺവിൻസ് ചെയ്യാനാണ് പോകുന്നത്. പക്ഷെ അയാള് നമ്മൾ പറഞ്ഞതിനേക്കാളും കൂടുതൽ കാര്യം നമ്മൾ അങ്ങോട്ട് കൺവിൻസ് ചെയ്യിക്കും. ഇത് 6 മാസമേ പോവുള്ളൂ, മുൻവിധി അവർക്ക്. ഇതിന്റെ പറ്റിയ ജാതകം ഓരോ കയ്യിലായിരിക്കും നമ്മളെ കമ്പനീന്റെ. ഇത് 6 മാസമേ പോവുള്ളൂ, പിന്നെ
ഈ സാധനം പിന്നെ ഇതിനെന്ത് ഗ്യാരണ്ടിയാ ഉള്ളത്, ഇത് എവിടെയാ ഉണ്ടാക്കുന്നത്, അങ്ങനെ പല പല 100 ചോദ്യങ്ങൾ ഇങ്ങോട്ട് പറയുകയും ചെയ്തിട്ട് പിന്നെ ഇവരങ്ങ് പണി നിർത്തുക. നമ്മളെല്ലാവരും നമ്മളിപ്പോ പുതിയ ആൾക്കാരോട് പറയുന്ന സമയത്ത് ഇപ്പൊ ഇതിൽ പുതുതായി ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ആളുണ്ടെങ്കിൽ ഒരു 2-3 ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത്, ഇനി അതല്ല ഒരു 10,000-50,000 പ്രോഡക്റ്റ് വീട്ടിലെടുത്ത് വെച്ച് നിങ്ങൾ പറഞ്ഞു നോക്കി, അത് കുഴപ്പമില്ല. ഇത് നല്ല പ്രൊഡക്റ്റ് ആണെന്നാണ്. അത് പ്ലാൻ ഒന്നും പറയാൻ നിൽക്കണ്ട. പ്ലാൻ പറയണമെങ്കിൽ ട്രെയിനിങ് കിട്ടി പറഞ്ഞ് പഠിച്ചിട്ട് വേണം, അല്ലെങ്കിൽ ലീഡർ ഉള്ളപ്പം പറയാം, ലീഡറോട് കൂടെ നിന്ന് പറയാം. എനിക്ക് പറ്റിയവ എനിക്ക് 2 മാസമല്ല 2-3 മാസത്തോളം ഞാൻ ഒറ്റയ്ക്കാണ് പ്ലാൻ പറഞ്ഞുകൊണ്ട് പോകുന്നത്. ഇപ്പൊ ആൾക്കാരോട് പ്ലാൻ പറയുന്നത്, ആ പ്ലാൻ പറഞ്ഞിട്ട് എല്ലാരും നിന്നെ അനുഗ്രഹിച്ചിടും. 2,10,000 2,10,000 അല്ലേ, ആയിക്കോട്ടെ, നിനക്കത് കിട്ടുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും വായ്പ തന്നാ മതി, ഇതൊക്കെ അറിയാം, നീ വാങ്ങാദ്യം, അങ്ങനെ ഒക്കെ ആണ് പറഞ്ഞു പോകുന്നത്. അപ്പോ എന്നിട്ട് ഞാൻ പിന്നെ എങ്ങനെയാ എന്റെ ശരിക്കും ഒരു വരുമാനത്തിലേക്ക് ഇറക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, ഞാൻ എന്നെ സ്പോൺസർ ചെയ്ത വ്യക്തി അല്ലെങ്കിൽ എന്റെ മെന്റർ ചെയ്യുന്ന ആള് ധനീഷ് മാധവൻ സാറാണ്. ധനീഷ് സാറോട് പറഞ്ഞു, സാറേ പിന്നെ ഒന്നും നടക്കുന്നില്ല കാര്യങ്ങള്, പിന്നെ ഒരാളെ നമുക്ക് പറയാനുണ്ട്, ഒരാൾ പ്ലാൻ പറയാനുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ കോഴിക്കോട്ട് തന്നെ, ഞാൻ കുറച്ച് വലിയ പരിചയമൊന്നും, വലിയ കാലത്ത് പരിചയമൊന്നും, ഒരു 2-3 വർഷത്തെ ഒരു പരിചയമുണ്ട്. സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ, പിന്നെ അങ്ങനെ ബന്ധം വന്ന ഒരാളുണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള ഒരാള്. അദ്ദേഹത്തിന്റെ അടുത്ത് പ്ലാൻ പറയാൻ വേണ്ടി പോയി. അദ്ദേഹത്തെ കുറെ ഏജിലുള്ള ആളാട്ടോ, ഒരു 60-65 വയസ്സ് ആ സമയത്ത് ഉണ്ടാവും അദ്ദേഹത്തിന്. അപ്പോ അയാളുടെ അടുത്ത് പ്ലാൻ പറയാൻ പോയ സമയത്ത് ധനീഷ് സാറ് അവിടെ സിസ്റ്റം ഒക്കെ ഉണ്ട്, കമ്പ്യൂട്ടറും അദ്ദേഹത്തിന്റെ ഓഫീസിലായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഇരുത്തി പിന്നെ സൈറ്റ് എടുത്ത് ഓരോന്ന് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്തു ആധികാരികമായിട്ട്. അതായത് വെബ്സൈറ്റില് ഇൻകം ടാക്സ് സൈറ്റ് എടുത്ത് കാണിച്ചു കൊടുത്തു. അതൊക്കെ ഓരോന്ന് വായിച്ചു എടുത്തു. എല്ലാം കേട്ടപ്പോ ഓക്കെ. അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാ, ഫേസ് വാല്യൂവിന്റെ പുറത്ത് നമുക്ക് സെയിൽസ് വരുമെന്ന് അറിയാനല്ലേ. എന്നോട് അത് എന്നെ സൂരജ് എന്ന് അദ്ദേഹം വിളിക്കുക. സൂരജ് പറഞ്ഞാലേ നമുക്ക് ചെയ്താളയാ. എന്നോട് ചോദിച്ചു എത്ര പൈസ വേണ്ടത് ചോദിച്ചു. വലിയ സന്തോഷമായി. ഞാൻ പറഞ്ഞു 1 ലക്ഷം എടുക്കല്ലേ സാർ. ആ ഓക്കെ എന്ന് പറഞ്ഞു. 1 ലക്ഷത്തിന്റെ പ്രൊഡക്റ്റ് എടുക്കാതെ തന്നെ ഓക്കെ തന്നെ. അങ്ങനെ ഐഡിയ ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ പിന്നെ അത് എന്നോട് ചോദിക്കാണ്, അല്ല നമുക്ക് തുടക്കത്തിൽ ആദ്യം കുറച്ച് പ്രൊഡക്റ്റ് എടുത്തിട്ട് പിന്നെ അത് സെല്ലാവുകയാണെങ്കിൽ ചെയ്താൽ പോലെ, സെല്ലാവുമ്പോ ബാക്കി എടുത്താൽ പോലെ എന്ന് വെച്ചു. ഓ ആയിക്കോട്ടെ, അങ്ങനെയാണ് നമുക്ക് 7 ഐഡി ആക്ടിവേഷൻ ആക്കുന്ന രീതിയിൽ അങ്ങ് തുടങ്ങാനാണ്. അപ്പൊ 7-5-35 5,000 ആണല്ലോ ഒരു ഐഡി ആക്ടിവേഷൻ ആക്കാനുള്ളത്. അപ്പൊ അവരുടെ അച്ഛന്റെയും അവരുടെയും ഭാര്യന്റെയും മകന്റെയും പേരിൽ ഐഡി അടിച്ചിട്ട് 7 ഐഡി ആക്ടിവേഷൻ എന്നുള്ള രീതിയിൽ ഞങ്ങള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞത് കൊണ്ട് ചെയ്യാന്നല്ലാതെ പൈസേന്റെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. അയാളെ മകനും പിന്നെ മകൻ അന്ന് എന്തോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മകള് ഇവിടെ ഇല്ല, പിന്നെ ഓസ്ട്രേലിയയിലോ മറ്റാള്. ഒരുപാട് പൈസ, ഒരു ഏകദേശം ഒരു 2-3 ലക്ഷം റുപ്യ എപ്പോഴും SB അക്കൗണ്ടിൽ ഉണ്ടാവുന്ന വ്യക്തിയാണ്. എന്നുവെച്ചാല് വാടക കിട്ടാനുണ്ട്, പിന്നെ ബാങ്കുകളുടെ അടുത്ത് ഈ വർക്ക് ചെയ്തിട്ടുള്ള ഫണ്ട് കിട്ടുക, നല്ല ഫിനാൻഷ്യലി സെറ്റപ്പ് ഉള്ള വ്യക്തിയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ഫോൺ പേയും ഗൂഗിൾ പേ ഒന്നുമില്ല. അപ്പൊ ഫണ്ട് എങ്ങനെയാന്നുള്ളത് അക്കൗണ്ടിലാണ് ഉള്ളത്. ധനീഷ് സാറ് ഫോൺ പേ ആ സമയം ഇൻസ്റ്റാൾ ചെയ്ത് ഓൺ സ്പോട്ട് എറണാകുളം ഓഫീസിൽ നിന്ന്, അന്ന് കോഴിക്കോട്ടില്ല, എറണാകുളം ഓഫീസിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു ഓൺ സ്പോട്ട്. എന്നിട്ട് അന്ന് 800 രൂപ ഏറ്റാൻ അതിന്റെ കൊറിയർ ചാർജ് ഉണ്ട്, അതടക്കം ചാർജ് ചെയ്തു. പിറ്റേ ദിവസം തന്നെ പ്രോഡക്റ്റും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് കൊറിയർ ആയിട്ട് എത്തും. കൊറിയർ ആയിട്ട് എത്തിയിട്ട് ആ സെയിൽസ് കാണിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, വേറെ എൻ്റെ ഒരു ബന്ധുവിനെ പറഞ്ഞു, ഇങ്ങനെയാണ് ബിസിനസ്. ചൊവ്വാഴ്ച ഞാൻ അന്ന് ചെയ്ത ടെക്നിക്ക് എന്താ വെച്ചാൽ, അന്ന് നടക്കാവിലാണ് അദ്ദേഹത്തിന്റെ വീട്. നടക്കാവിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തന്നെ ഞാൻ ഇയാളെ വിളിച്ചു വരുത്തി. എന്റെ അടുത്ത വ്യക്തിനെ സെയിൽസ് എടുക്കാനുള്ള ആളെ വിളിച്ചിട്ട് പ്ലാനൊക്കെ പറഞ്ഞു കൊടുത്തു. ചൊവ്വാഴ്ച ആയതുകൊണ്ട് ആ പ്ലാനൊക്കെ പറഞ്ഞ് നമുക്ക് നേരെ നളന്തയിലേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോയി ഇരുത്തിയ സമയത്ത് മൂപ്പര് കൺവിൻസ് ആയി. 25-ന് എടുക്കാൻ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ 2 സെയിലും കൂടി ആകുമ്പോ പിന്നെ മൊത്തം പറയുന്ന ഞാൻ ചെയ്ത സെയിൽസ് എല്ലാം കൂടി ഉണ്ടായിരുന്നു. എന്റെ ആദ്യത്തെ ആഴ്ചയുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ 4,184 രൂപ ആദ്യ ആഴ്ച വരുമാനം വാങ്ങി. കോൺഫിഡൻസ് ആയി. ഇതിൽ നിന്ന് കമ്പനിയിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്താലും സാധനം ചെയ്താലും പർച്ചേസ് ചെയ്താലും ഇങ്ങോട്ട് ഇൻകം ആയിട്ട് അക്കൗണ്ടിലേക്ക് വരുന്നതാണല്ലോ പറയുന്നത്. അതൊരിക്കലും വരൂല.
അല്ലെങ്കിൽ പറ്റിക്കലാണെന്നൊക്കെയാണ് ഞാൻ ഇതുവരെ പ്ലാൻ പറഞ്ഞ ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞത്. പക്ഷെ അത് വിശ്വാസം വന്നു. പിന്നെ ഞാൻ ലീഡറെ പ്രത്യേകിച്ച് സഹായത്തിനൊന്നും പോയില്ല. കാരണം വെച്ചാല് ഒരു ഡയറക്ട് സെല്ലിംഗ് എന്താന്നുള്ള മുൻ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പരിചയം എനിക്ക് ഉണ്ട്. പക്ഷെ അതൊന്നും ജെന്യുइन ആയിട്ടുള്ള കമ്പനി ആയിരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ എത്തിപ്പെട്ടത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും, ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് മാത്രമാണ് ലോകത്തിൽ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായ MI ലൈഫ് സ്റ്റൈലിന്റെ ഡിസ്ട്രിബ്യൂട്ടർമാർ, അതായത് പാർട്ട്ണർമാരായി മാറിയ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ വെറും തൊഴിലാളികൾ പോലല്ല, പാർട്ട്നേഴ്സ് ആണ്. ഇപ്പൊ നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ റാങ്കിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാവോ? എന്താണ്? കമ്പനിയുടെ അഡ്വൈസറി ബോർഡ് മെമ്പറാണ്. കമ്പനി ഒരു തീരുമാനം എടുക്കുമ്പോ മീറ്റിംഗ് വിളിച്ച് ആലോചിക്കുന്ന വ്യക്തികൾ എന്നാ പറയാ, അഡ്വൈസറി ബോർഡ് മെമ്പേഴ്സ് അറിയുന്നത്. നമ്മൾ ഓട്ടോമാറ്റിക് നമ്മുടെ റീജിയണൽ മാനേജർ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവരുടെ ഗ്രൂപ്പിലേക്ക് ഇടയും. അപ്പോ എല്ലാ ഇൻഫർമേഷൻസും ശരിക്കും ഓൾ ഓവർ ഇന്ത്യ നടക്കുന്ന മീറ്റിങ്ങുകളുടെ പ്രോഗ്രാംസ് OB സാറ് ഡയറക്റ്റ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ നേരിട്ട് ഡയറക്റ്റ് NTCക്ക് അയച്ചിടും, NTCക്ക് കിട്ടും. ഇപ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പല സ്ഥലത്തുള്ള ഞാൻ പോലും അറിയാതെ തമിഴ്നാട്ടിലൊക്കെ മീറ്റിംഗ് സെന്ററിന്റെ മെസ്സേജസ് ഇവിടേക്ക് വരുന്നത്. അപ്പൊ കമ്പനിയായിട്ട് കുറച്ചും കൂടി അടുത്ത്, കമ്പനിയുടെ ഒരാളായിട്ട് തന്നെയാണ് നമ്മൾ ഓരോ വ്യക്തികളെയും കാണുന്നത്. ഓരോ റാങ്ക് എത്തുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രയോറിറ്റി കിട്ടുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി, നമ്മുടെ കമ്പനീന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ അറിയോ? നമുക്കിപ്പോ ഇവിടെ ഇരിക്കുന്ന ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ഒരു വീട്ടമ്മ ഉണ്ടെങ്കിൽ പോലും അവർക്ക് പോലും സപ്പോർട്ട് ചെയ്യാൻ 24 മണിക്കൂർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായി, കമ്പനിയുടെ നമ്മുടെ ഓഫീസ് നമ്പറിൽ ഒരു കോള് പോയാൽ ആ പ്രശ്നം പറഞ്ഞു തന്നിട്ട് അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിച്ചിട്ട് മാത്രമേ അവർ ആ ഫോൺ വെക്കുള്ളൂ. ഞാനിത് അനുഭവിച്ച വ്യക്തിയാണ്. ഞാൻ ഇപ്പോഴല്ല, ഇന്ത്യ ഷോപ്പി എന്നുള്ള ഒരു ഇന്ത്യ ഷോപ്പിയിൽ രജിസ്ട്രേഷൻ ചെയ്യണം. നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുമല്ലോ, ഇന്ത്യ ഷോപ്പി ത്രൂ വാങ്ങിക്കാലോ. അപ്പൊ ഞാൻ അതിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഓഫീസിൽ വിളിച്ച സമയത്ത് അപ്പൊ രജിസ്ട്രേഷനിൽ ഒരു ടെക്നിക്കലി കുറച്ച് സമയം എടുത്തു. ഞാൻ ഒരു 11 മണിക്കാണ് രജിസ്ട്രേഷൻ അവർ കോൾ ചെയ്തതെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവർ OTP വന്നു വിളിക്കും. ഏകദേശം ഒരു 4 മണി വരെ ഇവർ എന്നെ ഫോളോ അപ്പ് വിളിക്കുന്നുണ്ട് ആ രജിസ്ട്രേഷൻ ആകുന്നത് വരെ. അത് കറക്റ്റായെന്ന് വെച്ചിട്ട്. അപ്പൊ ആ രീതിയിൽ സപ്പോർട്ടിങ് സിസ്റ്റം ഉള്ള അല്ലെങ്കിൽ സാധാരണ ഡിസ്ട്രിബ്യൂട്ടർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മളെ കമ്പനി. അതും കൂടി ഞാൻ ഇതിൽ രേഖപ്പെടുത്തി പറയാണ്. അപ്പൊ ആർക്കും, ഏതൊരു വ്യക്തിക്കും രക്ഷപ്പെടാൻ പറ്റുന്ന 100% അവസരങ്ങളുള്ള ഒരു കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി. അപ്പോ ഞാൻ ഇങ്ങനെ ഒക്കെയാണ് തുടങ്ങിയതെങ്കിലും ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാം ആരെതിലുണ്ടെങ്കിലും ഈ ബിസിനസ്സിൽ സക്സസ് ആവാൻ ഫാമിലിയുടെ സപ്പോർട്ട് അനിവാര്യമാണ്, കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് അനിവാര്യം. അല്ലെ കുടുംബം അറിഞ്ഞിരിക്കണം. ഇത് അനിവാര്യമാണെന്ന് പറയാൻ കാരണം വേറൊരു കാര്യം കൊണ്ട്, ഈ ബിസിനസ് നമ്മളൊരു ബേക്കറി തുടങ്ങുമ്പോഴുള്ള പരിപാടിയല്ല, അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുമ്പോഴുള്ള പരിപാടിയല്ല. നമുക്ക് മുതൽ മുടക്കില്ലാന്നേ ഉള്ളൂ. വലിയ മുതൽ മുടക്കില്ല. മാക്സിമം പോയാൽ ഒരു 50,000 പ്രൊഡക്റ്റ് വേണം, ഏറിപ്പോലെ ഒരു 60,000 70,000 പ്രൊഡക്റ്റ് നമ്മൾ സ്റ്റോക്ക് ചെയ്യാം. അത് ഹോം ഷോപ്പിൽ. അതിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് എന്തായാലും അതിൽ കൂടുതൽ ഒരു ഇൻവെസ്റ്റ്മെന്റും ഇതിലില്ല. ഇനി അത്ര തന്നെ വേണമെന്നുണ്ടോ? ഒരു നിർബന്ധവും. നമ്മൾ ഫുൾ ടൈം ഫീൽഡിൽ ഉണ്ടായാൽ തീരുന്നതിനനുസരിച്ച് എന്റെ ടീമിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടായിരുന്നു. 3 തവണ PUC പോകും. 5000 പ്രൊഡക്റ്റ് വാങ്ങും, അത് കൊണ്ടുവന്ന് നാട്ടുകൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസയും കൊണ്ട് വീണ്ടും PUC പോകും. അന്ന് പൂളാടിക്കുന്നൊരു PUCയുടെ ടൈമിലാണ്. PUC പോവും, അത് കഴിഞ്ഞിട്ട് വീണ്ടും PUC പോയിട്ട് 3 തവണയൊക്കെ PUC പോയിട്ട് സാധനം പർച്ചേസ് ചെയ്ത ഡിസ്ട്രിബ്യൂട്ടറിന്റെ ടീമിലുണ്ടായിരുന്നു. അപ്പോ വലിയ പൈസ ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബിസിനസ് വലിയ രീതിയിൽ സക്സസ് ആവാൻ പറ്റും. നമുക്ക് വരുമാനം കിട്ടും, വലിയ വരുമാനം കിട്ടും. 2,10,000 മാക്സിമം എല്ലാ ആഴ്ചയിലും ഒരു ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പിൽ കിട്ടുമല്ലോ. അങ്ങനെ 3 ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പിലാവുമ്പോ എത്ര വന്ന് 3-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 3 6-30 ഒരാഴ്ച വന്ന്. ഇങ്ങനെ മാസത്തില് അല്ലെങ്കിൽ വർഷത്തില് കോടിക്ക് പുറത്ത് വരുമാനം ഉണ്ടാകുന്ന ഇൻഡസ്ട്രിയാണിത്, വാങ്ങിക്കാൻ പറ്റുന്ന ഇൻഡസ്ട്രിയാണിത്. ഈ ഇൻഡസ്ട്രിയെ പറ്റി നമ്മുടെ ഭാര്യ അറിയണ്ടേ?
ഇനി ഭാര്യമാരാണ് അല്ല സ്ത്രീകളാണ് ചെയ്യുന്നത് എങ്കിൽ അവരുടെ ഭർത്താക്കന്മാർ അറിയണ്ടേ, അവരുടെ മക്കൾ അറിയണ്ടേ എന്താണ് ഇൻഡസ്ട്രി, എന്താണ് ടീം. നമ്മളത് നമുക്കൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിനെ പറ്റി ആ സ്ഥാപനത്തിൽ നമ്മളെ കുടുംബക്കാരും ഭാര്യയും ഭർത്താവൊക്കെ വന്നു നോക്കൂ ഇല്ലേ. പക്ഷെ ഇവിടെ അത് ചെയ്യുന്നുണ്ടോ? ഇവിടെ പലരും ഭർത്താവ് എന്തോ ചെയ്യുന്നുണ്ട് ഒരു പരിപാടി, മൂപ്പരെന്തോ ചെയ്യാണ് എന്ന രീതിയിൽ ആണ് ചെയ്യുന്നത്. പോരാ. കാരണം തലമുറകൾ അടുത്ത തലമുറയ്ക്കും അതിനടുത്ത തലമുറയ്ക്കും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന, കോടികൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഇൻകം വരുന്ന പ്രോജക്റ്റ് ആണിത്. ഞാൻ അതേ പ്രോജക്റ്റ് എന്നുള്ള വാക്കേ ഞാൻ ഇതിൽ ഉപയോഗിക്കാറുള്ളൂ. ഒരു പദ്ധതിയാണ്, വലിയൊരു പ്രോജക്റ്റ് ആണിത്, അല്ലാണ്ട് ചെറിയ ബിസിനസ് അല്ല. ബിസിനസ് 1000-2000 ആൾക്കാരെ വെച്ച് ചെയ്യുന്ന പരിപാടിക്കാ ബിസിനസ് എന്ന് പറയാം. ഇത് ഇൻഡസ്ട്രിയാണ്. ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പോലെ ഒരു വലിയൊരു വ്യവസായമാണ്. ഇതിന് ആളുകള് ഇതിനെ നിസ്സാരമായിട്ട് കാണാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതിലൊരു മുതൽ മുടക്ക് എന്ന് പറഞ്ഞാൽ വലിയ മുതൽ മുടക്കില്ല. വീട്ടിലേക്ക് അല്ലെങ്കിൽ ഏതൊരു പെരുന്നാളിനോ അല്ലെങ്കിൽ ഓണത്തിനോ ഡ്രസ്സ് എടുക്കുന്ന പൈസ വേണ്ടുള്ളൂ ഇവിടെ ഒരു പ്രൊഡക്റ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അത്ര പോലും വേണ്ട. അതുകൊണ്ടാണ് ആൾക്കാർ എന്ത് ചെയ്യാത്തത്, ഇതിനെ സീരിയസ് ആയി കാണാത്തത് എന്റെ വിശ്വാസം. പിന്നെ പറയുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം, ഞാൻ ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞ ആരും വരില്ല. അത് നമ്മളൊരു ഭാഗ്യ. ശരിക്ക് ഇതിനെപ്പറ്റി നെഗറ്റീവ് തോട്ട് നാട്ടിലുണ്ട്, നമ്മളെ സുഹൃത്തുക്കളിലുണ്ട്, ബന്ധുക്കളിലുണ്ട്, നാട്ടുകാരിലുണ്ട്. ആ നെഗറ്റീവ് തോട്ട് എന്ന് അറിയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പോസിറ്റീവാണ്. എന്താ നെഗറ്റീവ് തോട്ട് ഉണ്ടാകാനുള്ള കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമ്മളിപ്പോ പുതുതായിട്ട് പോകുന്ന സമയത്ത് ഇത് മറ്റേ ചെയിൻ അല്ലേ, ഇത് ആളെ ചേർക്കുന്ന പരിപാടിയല്ലേ, ഇതിന് പ്രൊഡക്റ്റിന് ഭയങ്കര വിലയല്ലേ, അങ്ങനെ പല 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 ചോദ്യങ്ങളും പല പല സംശയങ്ങളുമാണ് ഈ നെഗറ്റീവ് ആ നാട്ടിലുള്ളത്. തലമുറകൾ അടുത്ത തലമുറയ്ക്കും അതിനടുത്ത തലമുറയ്ക്കും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന, കോടികൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഇൻകം വരുന്ന പ്രോജക്റ്റ് ആണിത്.